നമ്മുടെ നാട്ടിൽ കാണുന്ന ചില ജീവികൾക്ക് അതിന്റെ പേരുമായി യാതൊരു ബന്ധവും ഉണ്ടാവില്ല. ഉദാഹരണത്തിന് ഈ കാണുന്ന മുള്ളൻ പന്നി. മുള്ളുള്ള പന്നി എന്നുള്ള രൂപത്തിൽ ഇത് പന്നിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇത് പന്നിയുടെ കുടുംബത്തിൽപ്പെട്ടവയേ അല്ല. ഇവ റോഡന്റ് ജനുസിൽപ്പെട്ട അണ്ണാൻ, എലി തുടങ്ങിയ ജീവികളുമായിട്ട് സാമ്യമുള്ള ജീവിയാണ് ഈ ഒരു മുള്ളൻ പന്നിയും. ഇവയുടെ ദേഹത്തുള്ള മുള്ളും രോമവും ഒക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു എലിയുടെ രൂപം തന്നെയാണ് ഇവർക്കുള്ളത്. ഇവരുടെ പല്ല് എലിയുടെ പല്ല് പോലെ തന്നെ നീളമേറിയ കാർന്നു തിന്നാവുന്ന പല്ലുകളാണ്. പൊതുവെ കർഷകന്റെ ശത്രുവായി കണക്കാക്കപ്പെടുന്ന മുള്ളൻ പന്നി കപ്പയും മറ്റ് കാർഷിക വിളകളൊക്കെ തന്നെ കാർന്നു തിന്ന് കർഷകന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സ്വഭാവക്കാരാണ്. മുള്ളൻപന്നിയുടെ പുറത്ത് കാണുന്ന ഈ ഒരു മുള്ളുകളൊക്കെ തന്നെ അവയുടെ രോമങ്ങളാണ്. ഇവയുടെ കഴുത്തിന് പുറകോട്ടുള്ള രോമങ്ങളിലൊക്കെ തന്നെ കരാറ്റിൻ കൂടുതലുള്ളത് കൊണ്ട് ഇവയുടെ രോമങ്ങൾ ഉറപ്പുള്ള മുള്ളുകളാണ്. ഈ രോമങ്ങൾക്കുള്ള ഉറപ്പിന് വേണ്ടിയിട്ടും അവയുടെ പല്ലിന്റെ തേയ്മാനം, അതുപോലെ തന്നെ പല്ലിന്റെ നീളം കുറയ്ക്കാനൊക്കെ വേണ്ടിയിട്ട് അവ കാട്ടിലുള്ള മാനിന്റെ കൊമ്പും എല്ലൊക്കെ തന്നെ കാർന്നു തിന്നാറുണ്ട്. മുള്ളൻപന്നിയെ ആക്രമിക്കാൻ വരുന്ന മറ്റ് മൃഗങ്ങൾക്ക് നേരെ ഈ മുള്ളുകളൊക്കെ തന്നെ വലുതാക്കി മുള്ളൻപന്നിയുടെ വലുപ്പം സ്വയം വലുതാക്കി കാണിക്കാൻ വേണ്ടി മുള്ളുകൾ സഹായിക്കുന്നുണ്ട്. കടുവയോ പുലിയോ ഒക്കെ തന്നെ ഇവയെ ആക്രമിക്കാൻ വരികയാണെങ്കിൽ ഈ മുള്ളുകൾ ഉരസി ശബ്ദം ഉണ്ടാക്കും. എന്നിട്ടും പിന്മാറാത്ത അക്രമികളാണെങ്കിൽ അവയ്ക്ക് നേരെ മുള്ളുകൾ വിടർത്തി പിന്തിരിഞ്ഞോടി ഇവയുടെ മേലുള്ള മുള്ളുകളൊക്കെ തന്നെ ഇവയെ ആക്രമിക്കാൻ വരുന്ന മൃഗങ്ങൾക്ക് നേരെ തറച്ചു കയറ്റുകയാണ് ചെയ്യാറ്. അല്ലാതെ മുള്ളൻ പന്നികൾക്ക് അവയുടെ മുള്ളുകൾ സ്വയം കുടഞ്ഞു തെറിപ്പിക്കാനുള്ള കഴിവില്ല.